Hi and welcome to the new video on industrial instrumentation and automation. In this video, I'll be discussing about control valves, the basics of control valves, then some classification of control valves and some commonly used control valves and how a control valve can be selected for a particular application will be discussed. Okay. So in every control action or the control action in any control loop system is executed by the final control element. So in every control loop there should be a final control element. അപ്പോൾ നമ്മൾ ഓൾറെഡി പ്രോസസ് കൺട്രോളും ഓട്ടോമേഷനും ഒക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം അതിൽ കൺട്രോളർ ഏറ്റവും അവസാനം ഒരു കൺട്രോൾ ആക്ഷൻ നടത്തണം ത്രൂ അതിൻ്റെ ഇടയിൽ ഇന്റർമീഡിയറ്റ് ആയിട്ട് നിൽക്കുന്നതാണ് ആക്ച്വേറ്റർ. സോ ഈ ആക്ച്വേറ്റർ ഈ കൺട്രോൾ ആക്ഷൻ എവിടെയെങ്കിലും നടത്തണം. അപ്പം അത് നടത്തുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ത്രൂ something called the control valve. That is the most common type of final control element used in chemical and other process control is the control valve. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ കൺട്രോൾ വാൾവ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. കാരണം ഈ ആക്ച്വേറ്റർ ഫൈനലി ഈ മൂവ്മെന്റ് നടത്തേണ്ടത് അല്ലെങ്കിൽ കൺട്രോൾ ആക്ഷൻ നടത്തേണ്ടത് ത്രൂ ഒരു കൺട്രോൾ വാൾവ് ആണ്. സോ വാട്ട് ഈസ് എ കൺട്രോൾ വാൾവ്? A control valve is a valve used to control fluid flow by varying the size of the flow passage as directed by a signal from a controller. കൺട്രോളറിൽ നിന്ന് വരുന്ന ആ സിഗ്നലിനനുസരിച്ച് നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഫ്ലൂയിഡ് ഫ്ലോ കൺട്രോൾ ചെയ്യുക. സോ ഫ്ലൂയിഡ് എന്നുള്ള രീതിയിലാണ് ഫ്ലൂയിഡിനെ കൺട്രോൾ ചെയ്യാനാണ് എന്തായാലും കൺട്രോൾ വാൾവ് ഉപയോഗിക്കുന്നുണ്ടാവുക. ഓക്കെ, സോ അതൊക്കെ ഓൾറെഡി അറിയുന്ന കാര്യങ്ങളായിരിക്കും. സോ എന്താണ് ഒരു കൺട്രോളറിൽ നിന്ന് വരുന്ന കൺട്രോൾ സിഗ്നലിനനുസരിച്ച് ഫ്ലോയിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു എലമെന്റ് ആണ്, ഫൈനൽ കൺട്രോൾ എലമെന്റ് ആണ് കൺട്രോൾ വാൾവ്. ആൻഡ് ദിസ് എനേബിൾസ് ദ ഡയറക്റ്റ് കൺട്രോൾ ഓഫ് ഫ്ലോ റേറ്റ് and consequential control of the process quantities such as pressure, temperature and liquid level. ഇപ്പോൾ ഡയറക്റ്റ് കൺട്രോൾ ഫ്ലോയിലാണെങ്കിലും അൾട്ടിമേറ്റ്ലി പ്രഷറും ടെമ്പറേച്ചറും ലിക്വിഡ് ലെവലും ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ആൻഡ് എ കൺട്രോൾ വാൾവ് എസെൻഷ്യലി കൺസിസ്റ്റ് ഓഫ് എ പ്ലഗ് ആൻഡ് എ സ്റ്റെം. അടുത്ത ഇതിൽ ഞാൻ കാണിക്കാം. ഒരു പ്ലഗും സ്റ്റെമ്മും ആണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്സ്. ഓക്കെ, ആൻഡ് ദ സ്റ്റെം ക്യാൻ ബി റൈസ്ഡ് ഓർ ലോവേർഡ് ബൈ എയർ പ്രഷർ ആൻഡ് ദ പ്ലഗ് ചേഞ്ചസ് ദ എഫക്റ്റീവ് ഏരിയ ഓഫ് എൻ ഒറിഫൈസ് ഇൻ ദ ഫ്ലോ പാത്ത്. ഈ പ്ലഗ് എന്ന് പറയുന്ന പോർഷൻ നമുക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും, ലിഫ്റ്റ് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാൻ പറ്റും. അത് ന്യൂമാറ്റിക് പ്രഷർ വെച്ചിട്ടായിരിക്കാം അധികം ചെയ്യുന്നുണ്ടാവും. അതേപോലെ തന്നെ ഇതിലെ ഏറ്റവും അടിയിലത്തെ എന്താ പറയുക സ്റ്റെമ്മാണ് നമുക്ക് റൈസ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ പ്ലഗ് എന്ന് പറയുന്നത് അതാണ് അവിടെ ഒറിഫൈസിനായിട്ട് ആ ഹോളിനായിട്ട് കോണ്ടാക്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ മൂവ്മെന്റ് അനുസരിച്ചിരിക്കും എത്രത്തോളം ഫ്ലോ വരും എന്നുള്ളത് തീരുമാനിക്കുന്നത്. ആൻഡ് വെൻ ദ എയർ പ്രഷർ ഇൻക്രീസസ് the downward force of the diaphragm moves the stem downward against the spring. ഓക്കെ, അപ്പോൾ അത് നമുക്ക് അടുത്ത ഡയഗ്രാം കണ്ടാൽ മനസ്സിലാവും. സോ ഇതാണ് ഒരു ഡയഗ്രമാറ്റിക് പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ ഓൺ ദ ലെഫ്റ്റ്. അതിൻ്റെ പാർട്സ് ഓരോന്നായിട്ട് കാണിച്ചിട്ടുണ്ട്. ഇത് റൈറ്റിൽ ആക്ച്വൽ ഒരു ഇത് കാണിച്ചിരിക്കുന്നതാണ് ക്രോസ് സെക്ഷൻ. So this has an air passage. Then at the top we have the diaphragm which is fixed here, and the diaphragm has a spring. ഈ സ്പ്രിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇങ്ങോട്ടും അങ്ങോട്ടുള്ള റിവേഴ്സ് മൂവ്മെന്റ് ഓട്ടോമാറ്റിക് ആക്കാനായിരിക്കാം അല്ലേ. ഇപ്പൊ നോർമലി എന്താ സംഭവിക്കുക? എയർ വന്ന് ഇവിടെ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡയഫ്രം ഒന്ന് പുഷ് ആവും, ഫോഴ്സ് വരുമ്പോൾ താഴേക്ക് പോകും. താഴേക്ക് പോയി കഴിഞ്ഞാൽ തിരിച്ച് റിട്ടേൺ വരുന്നത് ഓട്ടോമാറ്റിക് ആക്കാനാണ് ഈ സ്പ്രിംഗ് അവിടെ വെച്ചിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ ഈ ഡയഫ്രത്തിൽ കണക്റ്റഡ് ആയിട്ടുള്ള ഈ റോഡിനെയാണ് നമ്മൾ സെൻട്രൽ റോഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റെം എന്ന് പറയുന്നത്. ഓക്കെ, ഈ സ്റ്റെമ്മിന്റെ അറ്റത്താണ്, മറ്റേ എൻഡിലാണ്, ഒരു എൻഡിൽ ഡയഫ്രാണ്, മറ്റേ എൻഡിലാണ് നമ്മൾ പ്ലഗ് എന്ന് പറഞ്ഞ പോർഷൻ ഇരിക്കുന്നത്. അപ്പോൾ പ്ലഗ് ഇവിടെ ഒരു ഒറിഫൈസ് കാണാം, ഈ ഒരു ഇത്. ഇപ്പോൾ ഇവിടെയാണ് ഫ്ലോ എന്ന് പറയുന്നത്, ഇവിടെ ഇൻ ചെയ്ത് ഇവിടെ എക്സിറ്റ് ചെയ്യാണ്. ഇപ്പോൾ നോർമലി ഒന്നുമില്ലെങ്കിൽ ഫ്ലോ നേരെ ഇങ്ങനെ പോകണം. ഓക്കെ, ഡയറക്റ്റ് ലെഫ്റ്റിൽ നിന്ന് കയറി റൈറ്റിലോട്ട് ഇറക്കി പോവാണ് വേണ്ടത്. പക്ഷേ അതിൻ്റെ ഇടയിൽ നമ്മളൊരു ഒറിഫൈസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ടൊരു പ്ലഗ്. ആ പ്ലഗ് ഇവിടെ താഴേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്കറിയാം ഫുള്ളായിട്ട് ക്ലോസ് ആകും, അപ്പോൾ ഫ്ലോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ പ്ലഗിൻ്റെ മൂവ്മെൻറ്റിനനുസരിച്ചായിരിക്കും ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടുള്ള ഫ്ലോ കൺട്രോൾ ആവുന്നത്. ആ ഫ്ലോ കൺട്രോൾ ആവുന്നത് എന്താണ്? ഈ സ്റ്റെമ്മാണ് ഈ പ്ലഗ് ഇവിടെ എങ്ങനെ എത്രത്തോളം ഇവിടെ ക്ലോസ്ഡ് ആയിട്ട് ഇരിക്കും തീരുമാനിക്കുന്നത്. അപ്പോൾ സ്റ്റെമ്മിൻ്റെ ഇത് തീരുമാനിക്കുന്നത് എന്താണ്? ഈ ഡയഫ്രത്തിൽ വരുന്ന പ്രഷറാണ്. അപ്പോൾ അത് എവിടെ നിന്നാണ് വരുന്നത്? ന്യൂമാറ്റിക് സിസ്റ്റത്തിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ തിരിച്ച് ഇതിനെ പോകുന്നത് എങ്ങനെയാണ്? ഈ സ്പ്രിങ്ങിൻ്റെ സ്റ്റോർ ചെയ്ത എനർജി കാരണമാണ് തിരിച്ചത് അങ്ങോട്ട് റിട്ടേൺ ആവുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുള്ളൂ. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ കാണിച്ചു വെച്ചിട്ടുള്ളത്. അതായത് താഴത്തെ ഈ പോർഷൻ എന്ന് പറയുന്നത് നമ്മളുടെ വാൾ പോർഷൻ ഇതാണ് ശരിക്ക്. മേലത്തെ ഇത്രയും പോർഷൻ, ഈ പറഞ്ഞ പോർഷൻ ഒരു ആക്ച്വേറ്റർ ഭാഗമാണ്. ഞാൻ പറഞ്ഞു
കൺട്രോൾ സിഗ്നൽ ആക്ച്വേറ്റർ വഴിയാണ് ഫൈനൽ കൺട്രോൾ എലമെന്റിലോട്ട് എത്തുന്നത്. സോ ആക്ച്വേറ്റർ ആണ് ഇവിടെ നിൽക്കുന്നത്, അതാണ് ഈ അവസാനത്തെ ഈ മൂവ്മെന്റ് കോസ് ചെയ്യുന്നത്. സോ ഈ കാണുന്നതാണ് ഇതിലിപ്പോൾ നമ്മൾ പറഞ്ഞ വാൾവ് പ്ലഗ് എന്ന് പറയുന്നത്. ഇതാണ് ഇതിന്റെ സ്റ്റെം എന്ന് പറയുന്നത്. ഇവിടെയാണ് ഇതിന്റെ ഡയഫ്രം നിൽക്കുന്നത്. അതിന്റെ സ്പ്രിംഗ് ആണ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആ സ്പ്രിങ് റിട്ടേൺ ഓട്ടോമാറ്റിക് ആക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതാണ് ബേസിക് പാർട്സ് ഓഫ് എ കൺട്രോൾ വാൾവും പിന്നെ അതെങ്ങനെയാണ് സിമ്പിൾ വർക്കിംഗ് ആണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, സോ ഡയറക്റ്റ് ഫ്ലോനെ അലോ ചെയ്യുന്നതിന് പകരം അവിടെ നമ്മളൊരു ബ്ലോക്ക് വെച്ചൊരു ഓറിഫൈസ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അതിൻ്റെ മുകളിലത്തെ ഒരു പ്ലഗ്, ആ പ്ലഗിൻ്റെ അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എത്രത്തോളം ടച്ചിങ് ആണ്, എത്ര ഓപ്പണിംഗ് ആണ്, അത് കൺട്രോൾ ചെയ്തിട്ടാണ് ഇവിടുത്തെ ഫ്ലോ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഫ്ലോ കൺട്രോൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിലത്തെ പ്രഷറോ ടെമ്പറേച്ചറോ വെലോസിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നൗ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് കൺട്രോൾ വാൾവ്സ് ആണ്. അത് പല ബേസിസിൽ നമുക്ക് എന്താ പറയുക ക്ലാസിഫൈ ചെയ്യാം. അതിൽ ഏറ്റവും സിംപ്ലസ്റ്റ് വൺ ഈസ് ബേസ്ഡ് ഓൺ ദ ആക്ഷൻ. ബേസ്ഡ് ഓൺ ദ ആക്ഷൻ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എന്താ പറയുക റെപ്രസെൻറ്റേഷൻ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. രണ്ടെണ്ണം ഉണ്ട്, എയും ബിയും എന്നുള്ള പേരിട്ടിട്ട് നമ്മൾ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഓൾമോസ്റ്റ് സിമിലർ ആണെങ്കിലും കുറച്ച് വ്യത്യാസങ്ങൾ അവിടെ കാണാം. ഈ ഒരെണ്ണത്തിൽ ആദ്യത്തിൽ എന്താണെന്ന് ഞാൻ എന്നിട്ട് പറയാം. ആദ്യത്തിൽ ട്രയാങ്കിളിൻ്റെ ഹെഡ്, അതായത് ടിപ്പ് താഴേക്ക് ഇതായിട്ട് നിൽക്കുന്ന രീതിയിലും മറ്റതിൽ അത് മേലേക്ക് ഇതായിട്ട് നിൽക്കുന്ന രീതിയിലുമാണ്. ഓക്കെ, അപ്പോൾ ഇതിനെ രണ്ടെണ്ണത്തിനെയും പറയാം. ഒന്ന് എയർ ടു ഓപ്പണും പിന്നെ ഒരെണ്ണത്തിനെ എയർ ടു ക്ലോസ് എന്നാണ് പറയാം. ഓക്കെ, അപ്പം ഇതിലെ എയർ ടു ഓപ്പൺ എന്ന് പറയുന്നത് ബി ആണ്, എ എന്ന് പറയുന്നത് എയർ ടു ക്ലോസ് ആണ്. അപ്പോൾ അത് എന്താണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇവിടെ ഫിഗറിലുള്ളത് എയർ ടു ക്ലോസ് ആൻഡ് എയർ ടു ക്ലോസ് വായിക്കാം. സോ ഇഫ് ദ എയർ സപ്ലൈ ഫെയിൽസ് ദ കൺട്രോൾ വാൾ വിൽ ബി ഫുള്ളി ഓപ്പൺ. അപ്പോൾ എയർ സപ്ലൈ ഫെയിൽ ആയാലാണ് ഓപ്പൺ ആവുക. അപ്പോൾ എയർ ടു ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർ ഫ്ലോ ഉള്ളപ്പോൾ, പ്രഷർ ഉള്ളപ്പോൾ അത് ക്ലോസ് ആയിട്ട് നിൽക്കും എന്നാണ് അർത്ഥം. അപ്പോൾ അതായത് ഇവിടുന്ന് നമുക്കൊരു പ്രഷർ, ഇത് ഡയഫ്രാം എന്ന് വിചാരിക്കുകയാണെങ്കിൽ ഇവിടെ ഈ പ്രഷർ വന്നുകൊണ്ട് നിൽക്കുമ്പോൾ ഇത് താഴേക്ക് കണക്റ്റഡ് ആയിട്ടാണ് മുട്ടിയിട്ടാണ് നിൽക്കുക എന്നർത്ഥം. ഓക്കെ, താഴേക്ക് ഇതാകുമ്പോൾ എന്ത് സംഭവിക്കും, ഇത് ക്ലോസ് ആയിട്ട് നിൽക്കും. അപ്പോൾ നോർമലി ഒരു നോർമലി ക്ലോസ്ഡ് സ്വിച്ച് എന്നുള്ള പോലെ വേണമെങ്കിൽ നമുക്കിത് കൺസിഡർ ചെയ്യാവുന്നതാണ്. എയർ പ്രഷർ ഉണ്ടെങ്കിൽ ഇതിവിടെ താഴെ ടച്ച് ആയി നിൽക്കും, ക്ലോസ്ഡ് ആയിട്ട് നിൽക്കും അല്ലേ. സോ ഫെയിൽ ഓപ്പൺ എന്ന് പറയാം, അല്ലെങ്കിൽ എയർ ടു ക്ലോസ് എന്നുള്ള രീതിയിൽ പറയാം. ഇപ്പോൾ എയർ ടു ക്ലോസ് ഓർ ഫെയിൽ ഓപ്പൺ എന്നാണ് ഇതിനെ പറയാം. അപ്പോൾ ഇത് പ്രഷർ ഉണ്ടെങ്കിൽ ഇവിടെ ടച്ച് ആയി നിൽക്കും. ഓക്കെ, അപ്പോൾ പ്രഷർ പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഓട്ടോമാറ്റിക്കായിട്ട് അത് തിരിച്ച് വിടും. അപ്പോൾ ഇത് ഓപ്പൺ ആവുകയാണ് ചെയ്യുക അല്ലേ. അപ്പോൾ എയർ പ്രഷർ ഇല്ലെങ്കിൽ ഓപ്പൺ ആവും. അപ്പോൾ എയർ ടു ക്ലോസ് എന്ന് ഇതിനെ പറയും. ഇനി രണ്ടാമത്തെ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെയിൽ ക്ലോസ്ഡ് ഓർ എയർ ടു ഓപ്പൺ ആണ്. എയർ ടു ഓപ്പൺ ആണ്. അത് എയർ പ്രഷർ ഉണ്ടെങ്കിൽ ഇതിനെ താഴേക്ക് പുഷ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക, ഇത് താഴോട്ട് നിൽക്കാന്ന് പറഞ്ഞാൽ ഇവിടെ ഗ്യാപ്പ് വരും. അപ്പോൾ ഇത് ഓപ്പൺ ആണ്. അപ്പോൾ എയർ ടു ഓപ്പൺ ആണ്. എയർ പ്രഷർ വിട്ട് കഴിഞ്ഞാൽ എന്താ ഓട്ടോമാറ്റിക് മേലേക്ക് വരിക എന്നർത്ഥം. എന്താ ഇതൊന്ന് ക്ലോസ് ആവുക. അത്രയാണ് ഇതിൽ ഉള്ളൂ കാര്യം. വേറെ വലുതായിട്ട് ആലോചിക്കാനൊന്നുമില്ല. എയർ ടു ക്ലോസ് എന്ന് പറഞ്ഞാൽ ഒരു നോർമലി ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ട് ആലോചിച്ചാൽ മതി. എയർ ടു ഓപ്പൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോർമലി ഓപ്പൺ ടൈപ്പ് സ്വിച്ച് ആണ് ആലോചിച്ചാൽ മതി. സോ എയർ പ്രഷർ ഉണ്ടെങ്കിൽ എന്താണ് അത് നോർമൽ ചെയ്യുന്നത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ ഓപ്പൺ ഫെയിൽ ആണ് എയർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എയർ ടു ക്ലോസ് ആണ്. എയർ കാരണം അവിടെ ക്ലോസ് ചെയ്ത് പിടിച്ചിരിക്കുകയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. പ്രഷർ ഉണ്ടെങ്കിൽ താഴോട്ട് മുട്ടിരിക്കുന്നു. ഇതാണെങ്കിൽ എയർ ഓപ്പൺ ആണ്. കാരണം താഴേക്ക് പോകാന്ന് പറഞ്ഞാൽ ഈ ട്രയാങ്കിൾ, ഈ പോർഷൻ താഴോട്ട് വരുമ്പോൾ ഈ ഒറിഫൈസ് ഓപ്പൺ ആവുകയാണ് അവിടെ ചെയ്യുന്നത്. So valve A is air to close type, indicating if the air fails the valve will be fully open. അല്ലെ, എയർ പ്രഷർ പോയി കഴിഞ്ഞാൽ നേരെ ലിഫ്റ്റ് ആവും, ഓപ്പൺ ആയി. ഇനി ഈ കേസിലാണെങ്കിൽ നേരെ തിരിച്ചാണ്. നോർമലി ഇത് ഓപ്പൺ ആയിട്ടാണ് വെച്ചിങ്ങനെ എയർ പ്രഷർ വിട്ട് നേരെ മേലെ കയറി വരിക എന്ന് പറഞ്ഞാൽ അവിടെ ടച്ച് ചെയ്ത് ക്ലോസ് ചെയ്യും. അപ്പോൾ അതാണ് ഏറ്റവും ബേസിക് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദ ആക്ഷൻ. എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിൻ്റെ ബേസിൽ. ഓക്കെ, ഇനി സോ ദ കൺട്രോൾ valve is operated through pneumatic actuators, can be either. ഇത് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഞാൻ വീണ്ടും ജസ്റ്റ് ഒന്ന് വായിച്ചു പോകാം. They are designed such that if the air supply fails, the control valve will be either fully open or fully closed depending upon the safety requirements of the process. For example, if the valve is used to control steam or fuel flow, the valve should be shut off completely in case of failure. So failure വന്നാൽ ഫുള്ളായിട്ട് ഷട്ട് ഓഫ് ആവണം. എങ്ങനത്തെ കേസിലാണെങ്കിൽ നമുക്കൊരു സ്റ്റീം അല്ലെങ്കിൽ ഫ്യൂവൽ ഫ്ലോയുടെ കേസിലാണെങ്കിൽ, ഇപ്പോൾ ഫ്യൂവല് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ സ്റ്റീം വന്നുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പിന്നെ അത് വരാൻ പാടില്ല, നിൽക്കണം. അപ്പോൾ അത് അടയണം. സോ ഓൺ ദ അതർ ഹാൻഡ്, ഇഫ് ദ വാൾവ് ഈസ് ഹാൻഡ്ലിംഗ് കൂളിംഗ് വാട്ടർ ടു റിയാക്ടർ, ദ ഫ്ലോ ഷുഡ് ബി മാക്സിമം ഇൻ കേസ് ഓഫ്. അതായത് റിയാക്ടറിലോട്ടാണെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ കൂടുതൽ ഫ്ലോ വരിക വേണ്ടത്, അപ്പോൾ ഹീറ്റ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ രണ്ട് കേസുകളാണ് ഇപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ ഇത് എടുക്കാവുന്നത്. ഓക്കെ, എക്സാമ്പിൾസ്. ഓക്കെ,
Now, next classification is based on number of plug. ഇപ്പോൾ പ്ലഗ് എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്ലഗ് എന്താ, ആ ഫൈനൽ ആ ഒറിഫൈസിനായിട്ട് കോൺടാക്ട് വരുന്ന ആ ഒറിഫൈസിന്റെ ഓപ്പണിംഗ് കൺട്രോൾ ചെയ്യുന്ന ഒരു പോർഷനാണ് പ്ലഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്ലഗ് അതിലോട്ട് ഇരിക്കുന്നതിന് സീറ്റിംഗ് എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ പ്ലഗ് ആ ഒറിഫൈസിൽ, അപ്പോൾ അത് എത്ര പ്ലഗ് ഉണ്ട് എന്നുള്ളതിനെ ബേസിൽ നമുക്ക് സിംഗിൾ സീറ്റഡ് വാൾവും ഉണ്ട്, ഡബിൾ സീറ്റഡ് വാൾവും ഉണ്ട്. അപ്പോൾ അതിന്റെ ഡയഗ്രാമാറ്റിക് റെപ്രസെന്റേഷൻ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇത് നമ്മുടെ ഫ്ലോ ഇൻ ഫ്ലോ ഔട്ട് ആണ്. ഇത് ഒറ്റ ഓപ്പണിംഗ്, ഒറ്റ ഒറിഫൈസും ഒറ്റ പ്ലഗുമാണ് ഉള്ളതെങ്കിൽ അതിനെ സിംഗിൾ സീറ്റഡ് വാൾവ് എന്ന് പറയും. ഓക്കെ, ഇത് അതിന്റെ സ്റ്റെമ്മിന്റെ എൻഡിൽ ഒറ്റ പ്ലഗ് ആണ്. സോ ദിസ് ഈസ് എ സിംഗിൾ സീറ്റഡ് വാൾവ്. സോ ഓൺ ദ റൈറ്റ് സൈഡ് വി ഹാവ് എ ഡബിൾ സീറ്റഡ് എന്ന് പറഞ്ഞപ്പോൾ എന്താവും, രണ്ട് സീറ്റിംഗ് ഉണ്ടാവും, രണ്ട് സീറ്റ് ഉണ്ടാവും, രണ്ട് പ്ലഗ് ഉണ്ടാവും. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നോക്കാം, ഇവിടെ എന്താ ഡബിൾ സീറ്റഡ് ആണ്, രണ്ട് സീറ്റിംഗ് അറേഞ്ച്മെന്റ് വരുന്നുണ്ട്, ഒന്ന് മേലെയും ഒന്ന് താഴെയും. ഇത് രണ്ടും തമ്മിൽ അതുകൊണ്ട് തന്നെ ഇതിന്റെ വർക്കിംഗിൽ ഒരു വ്യത്യാസം വരും. ഇത് ഓപ്പൺ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ എക്സ് ഇങ്ങോട്ട് കയറി ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത് അല്ലേ. മൊത്തമായിട്ട് ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തമായിട്ട് അങ്ങോട്ട് പോവും, മൊത്തമായിട്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തമായിട്ട് അവിടെ നിൽക്കുകയും ചെയ്യും. പക്ഷേ ഇവിടുത്തെ കേസിൽ അങ്ങനെയല്ല. ഇവിടെ നമുക്കൊരു പോസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ലിഫ്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മേലെ കൂടെയും പോവാം, താഴെ കൂടെയും പോവാം. പക്ഷേ ഇത് മൊത്തമായിട്ട് ലിഫ്റ്റ് ചെയ്ത് മേലോട്ട് എത്തി അടഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ മേലെ കൂടെ പോവില്ല, പക്ഷെ താഴെ കൂടെ ഫുള്ളായിട്ട് പോകാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു വ്യത്യാസം വരുന്നുണ്ട് ഇതിൽ. 0 to 100 വരുമ്പോൾ ഇവിടെ ആ ഒരു പോസിബിലിറ്റി വരില്ല. അപ്പോൾ അതെന്താണെന്നുള്ളത് ഞാൻ അടുത്ത ഒരു ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ ഈ ഫിഗറുകൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇതിലൊരു ഒറ്റ പ്ലഗേ ഉള്ളൂ. ഇവിടെ രണ്ട് പ്ലഗ് ഉണ്ട്, അത് മേലേക്കാണ് ലിഫ്റ്റ് ആവുന്നത് സ്റ്റെം വഴി. അപ്പം അതുകൊണ്ടുള്ള ഒരു മാറ്റം നമുക്കവിടെ അനുഭവിക്കാൻ പറ്റും. ഓക്കെ, so single seated valve, so only one plug is present in the control valve, so it is a single seated valve. And the advantage of this type of valve is that it can be used, it can be fully closed and flow variation from 0 to 100% can be achieved. Fully open, fully closed അവിടെ ചെയ്യാൻ പറ്റും സിംഗിൾ സീറ്റിൽ. അതുകൊണ്ട് തന്നെ 0 to 100% flow variation നമുക്ക് കോസ് ചെയ്യാൻ പറ്റും. ആൻഡ് but looking at its construction, this due to the pressure drop across the orifice, a large upward force is always present in the orifice area, and as a result the force required to move the valve against this upward thrust is also large. ലാർജ് അപ്വേർഡ് ഫോഴ്സ് അവിടെ എപ്പോഴും നിന്നുകൊണ്ടിരിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ത്രസ്റ്റ് എന്താ ഫോഴ്സ് റിക്വയർഡ് ടു മൂവ് ദ വാൾവ് അഗെയിൻസ്റ്റ് ദിസ് അപ്വേർഡ് ത്രസ്റ്റ് ഈസ് ഓൾസോ ലാർജ്. ആൻഡ് ദസ് ദിസ് ടൈപ്പ് ഓഫ് വാൾവ് ഈസ് മോർ സ്യൂട്ടബിൾ ഫോർ സ്മോൾ ഫ്ലോ റേറ്റ്. ചെറിയ ഫ്ലോ റേറ്റിലെ ആപ്ലിക്കേഷനാണ് സിംഗിൾ സീറ്റർ വാൾവ് നമ്മൾ ഈ പറഞ്ഞ ഒരു പ്രശ്നം കാരണം യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് റെക്കമെൻഡഡ് ഫോർ വെൻ ദ വാൾവ്സ് ആർ റിക്വയർഡ് ടു ബി ഷട്ട് ഓഫ് കംപ്ലീറ്റ്ലി. കംപ്ലീറ്റ് ഷട്ട് ഓഫ് വാൾവിൻ്റെ ആവശ്യം വരുന്ന കേസുകളിൽ വി മസ്റ്റ് ഗോ ഫോർ സിംഗിൾ സീറ്റഡ് വാൾവ്. അവിടെ ഡബിൾ സീറ്റർ ഉപയോഗിക്കരുത്, അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് ഇത് തന്നെയാണ്. ഫുള്ളി ഷട്ട് ഓഫ് ആവാൻ പറ്റില്ല, അത് അടുത്തതിൽ ഞാൻ പറയാം. Okay, so double seated valve, there are two plugs in a double seated valve. Already നമ്മൾ കണ്ടാണ്. Flow moves upward in one orifice area and downward in the other orifice area, and the resultant upward or downward thrust is almost zero അല്ലേ. അപ്വേർഡും പോകുന്നുണ്ട്, ഡൗൺവേർഡും പോകുന്നുണ്ട്. അപ്പോൾ റിസൾട്ടന്റ് രണ്ടും കൂടി വരുമ്പോൾ ഒരു ത്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ക്യാൻസൽ ഔട്ട് ചെയ്യുന്ന പോലെയാണ്. സോ ദ റിസൾട്ടന്റ് ത്രസ്റ്റ് ഈസ് ഓൾമോസ്റ്റ് സീറോ. പക്ഷേ പ്രീവിയസ് കേസിലായിരുന്നെങ്കിൽ വെറും അപ്വേർഡ് മാത്രമാണ് ഉണ്ടായിരുന്നത്, അതുകൊണ്ട് തന്നെ അവിടെ ഹൈ ത്രസ്റ്റ് വരുന്നു, അത്രയും ഫോഴ്സ് വേണമെന്നുള്ള ഡിസഡ്വാൻറ്റേജ് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ സ്മോൾ ഫ്ലോ റേറ്റിനാണ് ഉപയോഗിക്കാമെന്നും പറഞ്ഞു. ഇപ്പോൾ ഇവിടെ അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല. And as a result, the force required to move a double seated valve is comparatively much lesser, and the flow cannot be shut off completely because of the differential temperature expansion of the stem and the valve seat. ഇപ്പോൾ ഇവിടെ നമുക്ക് ഫുള്ളി ഷട്ട് ഓഫ് ചെയ്യാൻ പറ്റില്ല, ഒരു ഡിഫറൻഷ്യൽ ടെമ്പറേച്ചർ എക്സ്പാൻഷൻ ഉള്ളത് കൊണ്ട്. അതാണ് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ്. ഫോഴ്സ് റിക്വയർഡ് കുറവാണെങ്കിലും ഈ ഒരു ഇഷ്യൂ ഇവിടെ വരുന്നുണ്ട്. So if one plug is tightly closed, there is usually a small gap between the other plug and its seat. അപ്പോൾ ഒരെണ്ണം ഫുള്ളായിട്ട് ക്ലോസ് ആയാലും മറ്റേതിൻ്റെ അവിടെ ചെറിയൊരു ഓപ്പണിംഗ് ഉണ്ടാവാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടെന്നാണ്. അപ്പോൾ അതായത് ഫുള്ളി ക്ലോസ്ഡ് എന്നുള്ളൊരു കണ്ടീഷൻ നമുക്ക് എന്താ പെർഫെക്റ്റ്ലി ഇവിടെ അച്ചീവ് ചെയ്യാൻ പറ്റില്ല. സോ ഇറ്റ് ഈസ് യൂസ്ഡ് വെർ ദ valve used is not expected to operate near shut off position. So fully shut off, near shut off ആയിട്ടുള്ള ഒരു പൊസിഷൻ അച്ചീവ് ചെയ്യേണ്ട കേസുകളിൽ നമ്മൾ ഇതിന് ഉപയോഗിക്കില്ല, അല്ലാത്ത കേസുകളിലാണ് ഡബിൾ സീറ്റഡ് ഉപയോഗിക്കുന്നത് എന്നാണ് അതുകൊണ്ട് പറയുന്നത്. Okay, so now based on the characteristics, based on the flow characteristics, so flow characteristics describes how the flow rate changes with the movement or lift of the stem. So stem lift ആവുന്നതിനനുസരിച്ച് ഫ്ലോയുടെ പാറ്റേൺ അല്ലെങ്കിൽ ഫ്ലോയുടെ സ്വഭാവം, ഫ്ലോയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെ ചേഞ്ച് ആവും അതിൻ്റെ ബേസിലാണ് മൂന്നായിട്ടാണ് മെയിൻലി ക്ലാസിഫൈ ചെയ്യുന്നത്. ആൻഡ് ദ ഷേപ്പ് ഓഫ് ദ പ്ലഗ് പ്രൈമറിലി ഡിസൈഡ്സ് ദ ഫ്ലോ ക്യാരക്ടറിസ്റ്റിക്. അപ്പോൾ അവിടെ കണക്ട് ചെയ്യുന്ന ആ പ്ലഗ് ഉണ്ടല്ലോ, ആ പ്ലഗിൻ്റെ ഷേപ്പിനനുസരിച്ചാണ് അത് എങ്ങനെ പുറത്തോട്ട് ചാടും, ഫ്ലോ വരും എന്നുള്ള ഇത് തീരുമാനിക്കുന്നത്.
So the flow characteristics of a valve is normally defined in terms of inherent characteristics and effective characteristics. Okay. So the inherent characteristics is the ideal flow characteristics of a control valve and is decided by the shape and size of the plug. രണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇൻഹെറൻറ്റും എഫക്റ്റീവും. ഇൻഹെറൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഷേപ്പും സൈസും, പ്ലഗിൻ്റെ ഷേപ്പും സൈസും ഡിസൈഡ് ചെയ്യുന്നതാണ് ഇൻഹെറൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ്. And when the valve is connected to a pipeline, its overall performance is decided by its effective characteristics. Overall performance തീരുമാനിക്കുന്നത് അതിൻ്റെ effective characteristics ആണ്. ഇൻഹെറൻറ്റ് അതിൻ്റെ സൈസും ഷേപ്പും പ്ലഗിൻ്റെ. സോ ഇതാണ് 3 കേസുകൾ നമ്മൾ പറയുന്നത്. ഒന്ന് ക്വിക്ക് ഓപ്പണിംഗ്, ലീനിയർ, ദെൻ ഈക്വൽ പെർസെൻറ്റേജ്. ക്വിക്ക് ഓപ്പണിംഗ് മേലെ കാണുന്നതാണ്, ലീനിയർ സ്ട്രെയിറ്റ് ലൈൻ പാസിംഗ് ത്രൂ ഒറിജിൻ, മറ്റേത് ഇപ്പോൾ ഈക്വൽ പെർസെൻറ്റേജ് ആണ്. സോ എക്സ് ആക്സിസിൽ ലിഫ്റ്റ് ആണ് നമുക്ക് കാണുന്നത്. ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ അപ്പ് എത്ര പൊങ്ങി എന്നുള്ളത്, വൈ ആക്സിസിൽ പെർസെൻറ്റേജ് ഫ്ലോ ആണ് കാണുന്നത്. ഓക്കെ. സോ ക്വിക്ക് ഓപ്പണിംഗ് ടൈപ്പ് ഉണ്ട്, ലീനിയർ ടൈപ്പ് ഉണ്ട്, ഈക്വൽ പെർസെൻറ്റേജ് ഉണ്ട്. സോ ഇതാണ് അതിൻ്റെ ഒക്കെ പ്ലഗുകളുടെ വ്യത്യാസം വരുന്നത്. സോ ക്വിക്ക് ഓപ്പണിങ്ങിൻ്റെ ഇങ്ങനെയാണ്, ഫ്ലാറ്റ് ആണ്. ലീനിയർ ആണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു സ്പെഷ്യൽ ഷേപ്പാണ് ലീനിയർ ആയിട്ട് വരത്തക്ക രീതിയിൽ. മറ്റേ ആണെങ്കിൽ ഫുള്ളി ലീനിയറിൻ്റെ അല്ല, എന്നാൽ ഇപ്പുറത്തെ സൈഡുകളെല്ലാം എന്താ വെർട്ടിക്കൽ എന്നുള്ള പോലെ. ഇതാണ് ഈക്വൽ പെർസെൻറ്റേജ് വരുന്നത്. അപ്പോൾ ഇത് ഈ പ്ലഗുകൾ മാറി കണക്ട് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും നമുക്ക് ഏത് ടൈപ്പാണ് കിട്ടുന്നത് എന്നുള്ളത്. ക്വിക്ക് ഓപ്പണിംഗ് ആണോ, ലീനിയർ ആണോ, ഈക്വൽ പെർസെൻറ്റേജ് ആണോ എന്നുള്ളത്. ഓക്കെ. സോ നെക്സ്റ്റ് ഡയറക്ഷണൽ കൺട്രോൾ വാൾവ് ആണ്. ഡയറക്ഷണൽ കൺട്രോൾ വാൾവ് ഈസ് ബേസിക്കലി it is basically the directions of the flow that are controlled and not the magnitude. Magnitude അല്ല ഇവിടെ കൺട്രോൾ ആവുന്നത്, ഡയറക്ഷൻ ആണ് കൺട്രോൾ ആവുന്നത്. ഓക്കെ. So directional valves can be characterized depending on the number of ports, number of directions of flow that can be established, number of positions of the valve, etc. So ബേസിക്കലി ഇതൊരു സ്വിച്ച് എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്താൽ മതി. നമുക്ക് SPST ഉണ്ട്, SPDT ഉണ്ട്, DPST, DPDT, അങ്ങനെ സിംഗിൾ പോൾ സിംഗിൾ ത്രോ ഒറ്റ ഡയറക്ഷൻ, സിംഗിൾ പോൾ ഡബിൾ ത്രോ 2 ഡയറക്ഷൻ. അപ്പോൾ ആ രീതിക്കുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. ഡയറക്ഷൻ ഓഫ് ഫ്ലോ ആണ് കൺട്രോൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഡയറക്ഷൻ വാൾവ് എന്താ, എത്ര പോർട്ട് ഉണ്ട്, അതായത് നമ്മൾ എത്ര എന്താ DPST പോൾ എന്ന് പറയുന്ന പോലെ, ഇപ്പോൾ അതേപോലെ ഡയറക്ഷൻ, അതാണ് ഒരു സിംഗുലാരിറ്റി എന്നുള്ള രീതിയിൽ നമുക്ക് പറയാവുന്നത്. സോ ദേ ആർ മെയിൻലി ക്ലാസിഫൈഡ് ഇൻ ടേംസ് ഓഫ് ദ നമ്പർ ഓഫ് ഫ്ലോ ഡയറക്ഷൻസ് സച്ച് ആസ് 1 way 2 way. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ, ഈ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ലെഫ്റ്റ് ബോട്ടം നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കാണാം, ഇതാണ് ടാങ്ക്. ടാങ്കിൽ നിന്ന് പമ്പിലിട്ട് വന്നു, പമ്പിൽ നിന്ന് ഇത് ഈ പിസ്റ്റണിലോട്ട് കയറി. ഇപ്പോൾ ഈ ആദ്യത്തെ ഇതിൽ കയറുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കുന്നില്ല, വാൾവിലേക്ക് വരുമ്പോൾ. അപ്പോൾ വാൾവ് ഇവിടെ താഴേക്ക് പ്രസ് ചെയ്തപ്പോൾ എന്താ, ഇത് ഇവിടുന്ന് എൻ്റർ ചെയ്ത് അപ്പുറത്തെ പിസ്റ്റണിലോട്ട് വന്നു. അപ്പോൾ ആ സിലിണ്ടറിലേക്ക് വരികയാണ്. അപ്പോൾ ഇതിനെ പതുക്കെ ഇത് പൊന്തി പോകുന്നു. ഓക്കെ. അപ്പോൾ ആദ്യം വെറുതെ ഇവിടെ വന്ന് നിന്നു, പിന്നെ അത് താഴേക്ക് പ്രസ് ചെയ്തപ്പോൾ വന്നു. അപ്പോൾ ഇത് ഒരു പരിധി ആയപ്പോൾ ഇത് വീണ്ടും തിരിച്ച് മേലേക്ക് കയറി. ഓക്കെ. മേലേക്ക് കയറുമ്പോൾ എന്താ, തിരിച്ച് ഇവിടുന്ന് ഇങ്ങോട്ടൊരു പാത്ത് മേലേക്ക് ടാങ്കിലോട്ട് പോകാൻ പറ്റും ഈ ഒരു ഇത് വഴി. കണ്ടോ? അപ്പോൾ ഇവിടുത്തെ പ്രഷർ കുറഞ്ഞു വരുന്ന ഇതിനനുസരിച്ച് ഇത് ഇങ്ങോട്ട് പോകും. അപ്പോൾ അതാണ് അവിടെ സംഭവിക്കുന്നത്. ഓക്കെ. അപ്പോൾ അത് നമുക്ക് അതിൻ്റെ ഒരു ഇക്വാലൻ്റ് ഇതായിട്ട് കാണിക്കുക എന്ന് പറഞ്ഞാൽ ഒരു സ്വിച്ച് ആയിട്ട് കാണിക്കാം. ഓക്കെ. കണ്ടോ? ഇവിടെ ഒരു സ്വിച്ച് പോലെയാണ് ആദ്യം വരുന്നത്. ഇവിടെ ഈ പീന്ന് ടേമിൽ ഇവിടെ വന്ന് നിൽക്കണേ ഉള്ളൂ, പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ ഇത് നമ്മൾ സിലിണ്ടർ പുഷ് ചെയ്തപ്പോൾ ഈ പി നേരെ കയറി എ വഴി ഇങ്ങോട്ട് ഇറങ്ങി. അപ്പോൾ ഇതിങ്ങനെ ഇതാവുന്നതിനനുസരിച്ച് തിരിച്ച് എയിൽ നിന്ന് ഈ വഴി ഇങ്ങോട്ട് തിരിച്ച് പോകും. അപ്പോൾ അതാണ് ഡയറക്ഷണൽ കൺട്രോൾ വാൾവ് എന്ന് പറയുന്നത്. ഇത് 3 way 2 position വാൾവ് ആണ്. 2 പൊസിഷനാണ്. ഒന്നിപ്പോൾ ഈ നോർമൽ പൊസിഷനും രണ്ടാമത്തെ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴേക്ക് പുഷ് ചെയ്തിട്ടുള്ള. ആദ്യത്തെ വേ എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് നിൽക്കുന്നത്, രണ്ടാമത്തത് ബി കാണുന്നത് ഇങ്ങോട്ട് പോകുന്നു, മൂന്നാമത്തത് തിരിച്ച് ഇതുവഴി മേലേക്ക് കയറി പോകുന്നതാണ് അവിടെ കാണിക്കുന്നത്. ഓക്കെ. സോ ദ ഡയറക്ഷണൽ വാൾവ്സ് ആർ ഓപ്പറേറ്റഡ് in selected modes using hydraulic pressure from remote location. So ഈ hydraulic pressure കാരണമായിരിക്കും ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. And such mechanism are known as pilot. ഒരു പൈലറ്റ് കൺട്രോൾ ഉണ്ടായിരിക്കും. പൈലറ്റ് ആണ് തീരുമാനിക്കുന്നത് എങ്ങനെ, എന്ത്, എപ്പോ എന്നുള്ള. ഓക്കെ. Thus a valve that may be blocking the flow in a certain direction in the absence of pilot pressure may be allowing the flow when pilot pressure is applied. ഇപ്പോൾ നമ്മൾ കണ്ട പോലെ ഇപ്പോൾ ഇത് ബ്ലോക്ക് ചെയ്ത് നിൽക്കുകയാണ്, പക്ഷെ മേലെ ഈ പൈലറ്റ് പ്രഷർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, പുഷ് ഡൗൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിച്ചു, ഇവിടെ ആ ഫ്ലോ അലോ ചെയ്തു. അപ്പോൾ അതാണ് അവിടുത്തെ സംഭവം നടക്കുന്നത്. അതാണ് ഡയറക്ഷണൽ കൺട്രോൾ വാൾവ് വരുന്നത്. നെക്സ്റ്റ് ഈസ് ചെക്ക് വാൾവ്. ഓക്കെ. ഇനി ചില ടൈപ്പ് ഓഫ് വാൾവുകളാണ് ഞാൻ പറയുന്നത്. ക്ലാസിഫിക്കേഷൻ അവിടെ കഴിഞ്ഞു. ഓക്കെ. So this is a check valve. In its simplest form, a check valve is a one-way directional valve.
ഒരു വൺ വേ ഡയറക്ഷണൽ വാൾവ് ആണ് ചെക്ക് വാൾവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഇത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാം ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ട് മാത്രമേ അത് ഫ്ലോ അലോ ചെയ്യുള്ളൂ. അപ്പോൾ കാരണം എന്താ വെച്ചാൽ ഇവിടെ നിന്ന് വന്ന് അടിക്കുമ്പോൾ ഈ ഒരു എന്താ ക്ലോസ് ചെയ്ത് കിടക്കുന്ന ലിഡ് നേരെ മേലേക്ക് പൊന്തി പോവാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇവിടെ നിന്നുള്ള പ്രഷർ നിന്ന് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇത് വന്ന് ക്ലോസ് ആവും ഓട്ടോമാറ്റിക്കലി അതിൻ്റെ വെയിറ്റ് കാരണം. അതായത് ഇവിടുന്ന് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് ഒരിക്കലും അത് അലോ ചെയ്യില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ക്ലോസ്ഡ് ആയിട്ടാണ് കിടക്കുന്നത്. ഇതിന് അങ്ങോട്ട് ഓപ്പൺ ആവാൻ പറ്റില്ല. ഓൺലി ഓപ്പണിംഗ് ഈസ് പോസിബിൾ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ഇപ്പോൾ സിംഗിൾ വൺ ഡയറക്ഷണൽ വാൾവ് ആണ് എന്ന് പറയാം. അപ്പോൾ അത് നമുക്ക് ഇങ്ങനത്തെ ഒരു രീതിയിൽ അതിൻ്റെ റെപ്രസെൻറ്റേഷൻ കാണിക്കാം. താഴെ ഒരു ട്രയാങ്കുലർ ഇതുപോലെ അതിൻ്റെ മുകളിൽ ഒരു ബോൾ ടൈപ്പ്. ഈ ബോളിന് റൈറ്റിലോട്ട് മൂവ് ചെയ്യാനേ പറ്റുള്ളൂ, ലെഫ്റ്റിലോട്ട് പോകാൻ പറ്റില്ല. കാരണം അവിടെ പാത്ത് ക്ലോസ്ഡ് ആണ്. ഓക്കെ, ഇതിന് പ്രഷർ വന്നാൽ റൈറ്റിലോട്ട് മൂവ് ചെയ്യാം. അപ്പോൾ അതിനനുസരിച്ച് ഓപ്പണിംഗ് വരും. ഓക്കെ, so it permits free flow in one direction and blocks flow in the other. So left to right free flow ആണ്, right to left block ആണ്. And it is analogous to electronic diode. ഒരു ഡയോഡ് പോലെയല്ലേ, യൂണി ഡയറക്ഷനിലാണ്. ഇപ്പോൾ ആനോഡ് ടു കാഥോഡ് ഫോർവേഡ് ബയസ്ഡ് വരുമ്പോൾ പ്രഷർ വരുമ്പോൾ അതാണ് അവിടെ നടക്കുന്നത്. ദ ഡയറക്ഷൻ ഓഫ് ദ ആരോ ഷോസ് ദ ഡയറക്ഷൻ ഫോർ ഫ്രീ ഫ്ലോ. സോ ഈ ആരോ കാണിക്കുന്നത് ഫ്രീ ഫ്ലോ ഡയറക്ഷൻ ആണ്. ആൻഡ് ഇൻ its simplest form of construction, a check valve is realized as an inline ball and spring. ഒരു ഇൻലൈൻ ബോൾ ആൻഡ് സ്പ്രിങ് വെച്ചിട്ട് നമുക്കത് റിയലൈസ് ചെയ്യാം എന്നാണ് പറയുന്നത്. ഇപ്പോൾ അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ ആണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. ഇത് നമ്മുടെ ബോൾ അല്ലെങ്കിൽ പ്രൊപ്പർട്ടാണ് അതിൻ്റെ ഉള്ളിൽ കാണുന്നത്. ഇത് നമ്മുടെ സീറ്റിങ്ങും ഇത് ഇന്നും ഔട്ടും ആണ്. അപ്പോൾ ഈ ബോൾ ഇതിനെ നമുക്കിങ്ങനെ പുഷ് ചെയ്യുന്നതിനനുസരിച്ച് ഫ്ലോ കൺട്രോൾ ചെയ്യാം. സോ വെൻ ദ ഫ്ലോ ഈസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ദ വാൾവ്, ഇവിടെയാണ് ബോൾ നിൽക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കും. ലെഫ്റ്റ് ടു റൈറ്റ് ഫ്ലോ എന്നാൽ ബോളിനെ അങ്ങോട്ട് പുഷ് ചെയ്ത് ഇങ്ങനെ നീങ്ങി പോകാം. അപ്പോൾ ഫ്ലോ നമുക്ക് ഇതിൽ കൂടെ കയറി പുറത്തോട്ട് പോകാം. നേരെ തിരിച്ച് റൈറ്റ് ടു ലെഫ്റ്റ് വന്നാൽ വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ഈ ബോൾ ഇവിടെ സീറ്റിനായിട്ട് ഇവിടെ ക്ലോസ് ചെയ്ത് നിൽക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ അവിടെ ക്ലോസ്ഡ് ആയിട്ട് തന്നെ നിൽക്കും. So pressure from the left moves the ball from its seat to seat, so to permit unobstructed flow, and pressure from right pushes the ball tight on the seat and the flow is blocked. And in some valves a proppet is used in place of the ball, and in some other construction the valve inlet and outlet ports are made at right angles. ചില കൺസ്ട്രക്ഷൻസിൽ. ഓക്കെ, നെക്സ്റ്റ് പൈലറ്റ് ഓപ്പറേറ്റഡ് ചെക്ക് വാൾവ് ആണ്. ഇപ്പോൾ ചെക്ക് വാൾവ് നമ്മൾ പറഞ്ഞു, ഈ പൈലറ്റ് ഓപ്പറേറ്റഡ് ആണ്. പൈലറ്റ് എന്ന് പറഞ്ഞ ഒരു കൺട്രോൾ വേറെ ഉണ്ടായിരിക്കും. സോ പൈലറ്റ് ഓപ്പറേറ്റഡ് ചെക്ക് വാൾവ്സ് ആർ ഡിസൈൻ ടു പെർമിറ്റ് ഫ്രീ ഫ്ലോ ഇൻ വൺ ഡയറക്ഷൻ ആൻഡ് ടു ബ്ലോക്ക് ദ റിട്ടേൺ ഫ്ലോ അൺലെസ് പൈലറ്റ് പ്രഷർ ഈസ് അപ്ലൈഡ്. പൈലറ്റ് പ്രഷർ അപ്ലൈ ചെയ്യാത്തടത്തോളം റിവേഴ്സിനെ ബ്ലോക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഒരു ഡയറക്ഷനിൽ ഫ്ലോ അലോ ചെയ്യുന്നതാണ് പൈലറ്റ് ചെക്ക് വാൾ എന്ന് പറയുന്നത്. ഹൗവർ അണ്ടർ പൈലറ്റ് പ്രഷർ ഫ്ലോ ഈസ് പെർമിറ്റഡ് ഇൻ ബോത്ത് ഡയറക്ഷൻസ്. ഒരു പൈലറ്റ് പ്രഷർ ഉണ്ടെങ്കിൽ നമ്മൾ മേലെ നിന്ന് ഒരു പ്രസ് എന്ന രീതിയിൽ നേരത്തെ ഇത് ആലോചിക്കുകയാണെങ്കിൽ നോർമൽ കണ്ടീഷനിൽ ലെഫ്റ്റ് ടു റൈറ്റ് മാത്രമേ അലോ ചെയ്യുള്ളൂ. പക്ഷെ ഒരു പ്രഷർ പൈലറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലെഫ്റ്റ് ടു റൈറ്റും റൈറ്റ് ടു ലെഫ്റ്റും അലോ ചെയ്യും. സോ ദേ ആർ യൂസ്ഡ് ഇൻ ഹൈഡ്രോളിക് presses as pre-fill valves to permit the main ram to fill by gravity during the fast approach part of the stroke. And they also are used to support vertical pistons which otherwise might drift downward due to leakage past the directional valve spool. Okay, സോ ഇത് അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു റെപ്രസെൻറ്റേഷൻ, ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻസ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. സോ 3 ഫിഗറുകളുണ്ട്. ഇതാണ് ഫസ്റ്റത്തെ കേസ് എന്ന് നോക്കുക. ഇപ്പോൾ ഇവിടെയാണ് എൻട്രി വരുന്നത്. ഇതാണ് താഴോട്ട് പോകുന്ന പാത്ത് കാണിക്കുന്നത്. ഫ്രീ ഫ്ലോ ഇതാണ് താഴോട്ടാണ് കാണുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെയാണ് പൈലറ്റ് പ്രഷർ അപ്ലൈ ചെയ്യുന്നത്, ഇവിടെ മേലെ. ഓക്കെ, ഇത് അതിൻ്റെ ഒരു ഇതാണ് അറേഞ്ച്മെൻ്റ് ആണ് കാണിച്ചിട്ടുള്ളത്. സോ വിത്ത് നോ പൈലറ്റ് പ്രഷർ ദ വാൾ ഫങ്ഷൻസ് ആസ് നോർമൽ ചെക്ക് വാൾ. ഇപ്പോൾ ഇവിടെ പൈലറ്റ് പ്രഷർ ഒന്നും ഇല്ല. അപ്പോൾ ഇത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറി താഴേക്ക് ഇറങ്ങി ഫ്രീ ആയിട്ട് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നു. ദ വാൾ ഫങ്ഷൻസ് ആസ് നോർമൽ ചെക്ക് വാൾ. ഇപ്പോൾ തിരിച്ച് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല. കാരണം എന്താ വെച്ചാൽ ഇവിടെ അടഞ്ഞു നിൽക്കും അല്ലേ. അപ്പോൾ അതാണ് നോർമൽ കേസിൽ സംഭവിക്കുന്നത്. നോർമൽ കേസിൽ ലെഫ്റ്റ് ടു റൈറ്റ് ആണെങ്കിൽ ഫ്രീ ഫ്ലോ ഡൗൺ വരും. ഇവിടുന്ന് ആണെങ്കിൽ അതവിടെ ബ്ലോക്ക് ചെയ്ത് നിൽക്കും. ഇതാണ് നോ പൈലറ്റ് പ്രഷർ അപ്ലൈ ചെയ്തിട്ടുള്ള കേസുകൾ സംഭവിക്കുന്നത്. ആൻഡ് ഇഫ് പൈലറ്റ് പ്രഷർ ഈസ് അപ്ലൈഡ് ദ വാൾവ് ഈസ് ഓപ്പൺ അറ്റ് ഓൾ ടൈംസ്. ഇപ്പോൾ ഇവിടെ നമ്മൾ പൈലറ്റ് പ്രഷർ ഇവിടെ അപ്ലൈ ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇത് കുറച്ച് താഴോട്ട് ഇറങ്ങി. സോ കുറച്ച് താഴോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ എന്താ, ഇത് എപ്പോഴും ഓപ്പൺ ആയിട്ടാണ് കിടക്കുന്നത്, ഫുള്ളി ഓപ്പൺ ആണ്. സോ നിങ്ങൾ രണ്ടും ഡയറക്ഷനിലും പോസിബിലിറ്റി ഉണ്ട്. ഇവിടുന്ന് ഇങ്ങോട്ടും വരാം, ഇവിടുന്ന് അങ്ങോട്ട് വരാം. ഇതിന് അങ്ങോട്ട് അടയ്ക്കാൻ പറ്റില്ല. കാരണം ഇതിനാണ് പുഷ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഇവിടെ പൈലറ്റ് പ്രഷർ വെച്ച് ഇരിക്കുകയാണ്. നേരത്തെ കേസിലായിരുന്നു ഈ പൈലറ്റ് പ്രഷർ ഒന്നും ഇല്ലെങ്കിൽ അങ്ങോട്ട് ഫ്ലോ വന്നാൽ ഇതിനെ അവിടേക്ക് ക്ലോസ് ചെയ്യും. പക്ഷേ ഇവിടെ ക്ലോസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇതിവിടെ ലോക്ക് ചെയ്ത് വെച്ച് പോലെയാണ്. ഇപ്പോൾ രണ്ട് ഡയറക്ഷനിലും ഫ്ലോ വരുന്നുണ്ട്. സോ ദ ചെക്ക് വാൾ പ്രൊപ്പറ്റ് ഹാസ് ദ പൈലറ്റ് പിസ്റ്റൺ അറ്റാച്ച്ഡ് ടു ദ പ്രൊപ്പറ്റ് സ്റ്റെം. ഇപ്പോൾ പൈലറ്റ് പിസ്റ്റൺ നമുക്ക് അവിടെ കാണാം. A light spring holds the proppet seated in a no flow condition by pushing against the
pilot piston. അപ്പോൾ അതിൽ സ്പ്രിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാം. ആൻഡ് a separate drain port is provided. Here you can see a separate drain port to prevent oil from creating a pressure buildup on the underside of the piston. ഇപ്പോൾ പിസ്റ്റൻ്റെ ചോടെ ഒരു അഡീഷണൽ പ്രഷർ ബിൽഡപ്പ് ഇല്ലാണ്ടിരിക്കാനാണ് ഇവിടെ ഒരു ഡ്രെയിന് കൊടുത്തിട്ടുള്ളത്. ആൻഡ് റിവേഴ്സ് ഫ്ലോ ക്യാൻ ഒക്കർ ഓൺലി വെൻ എ പ്രഷർ ദാറ്റ് ക്യാൻ ഓവർകം ദ പ്രഷർ ഇൻ ദ ഔട്ട്ലെറ്റ് ചേംബർ ഈസ് അപ്ലൈഡ്. ഇപ്പോൾ ഇവിടുത്തെ പൈലറ്റിലെ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്നുള്ള പ്രഷറിനെ ഓവർകം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രഷർ ആയിരിക്കണം, എന്നാലാണ് ഇതിനെ താഴേക്ക് പുള്ളി പുഷ് ചെയ്ത് പിടിക്കുള്ളൂ, അപ്പോഴാണ് ഇത് ഓപ്പൺ ആയി നിൽക്കുള്ളൂ. അല്ല അതിൽ കുറവ് പ്രഷർ ആണെങ്കിൽ ഇത് ഒറ്റയടിക്ക് അങ്ങോട്ട് അടച്ച് അതിനെ എന്താ ക്ലോസ് ചെയ്യും. നോർമൽ ഇതിൽ മാത്രമേ അപ്പോൾ ഫ്ലോ കിട്ടുള്ളൂ. സോ possible application of the valve can be to permit free flow to the accumulator while blocking flow out of it. അക്യുമുലേറ്ററിലേക്ക് ഫ്രീ ഫ്ലോയും തിരിച്ചതിൽ നിന്നുള്ളത് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിത് ഉപയോഗിക്കാം. സോ ഇഫ് ദ പൈലറ്റ് ഈസ് ആക്ച്വേറ്റഡ് ദ അക്യുമുലേറ്റർ ക്യാൻ ഡിസ്ചാർജ് if the pressure at the inlet port is lower than the accumulator pressure. Okay, ഇപ്പോൾ അക്യുമുലേറ്റർ വേണമെങ്കിൽ ഡിസ്ചാർജ് ചെയ്യാം, അത് നമ്മളുടെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ പ്രഷർ കണ്ടീഷൻ. ഓക്കെ, so that is all about pilot valve. Now we are coming to butterfly valve. So butterfly valve നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ബട്ടർഫ്ലൈ വാൾവ് എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ബട്ടർഫ്ലൈ ലൈക്ക് സ്ട്രക്ചർ, ഈ ഓപ്പണിംഗ് ഒരു എന്താ സർക്കുലർ ടൈപ്പാണ് ഇതിൻ്റെ ഇത് വരുന്നത്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുന്ന ഒരു ബട്ടർഫ്ലൈ വിങ്സിന് ഇതിന് സിമിലർ ആയതുകൊണ്ടാണ് ഇതിനെ ബട്ടർഫ്ലൈ വാൾവ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, so basically a quarter turn rotational motion valve is the butterfly valve that is used to stop, regulate and start flow. So ഇവിടെ നമുക്ക് കാണാം ഒരു ക്വാർട്ടർ ആണ്, 90 ഡിഗ്രി ആണ് ഇതിന്റെ റൊട്ടേഷൻ വരുന്നത്. ഈ ഒരു പൊസിഷനിൽ നിന്ന് ഇതിലേക്ക് ഇത്രയാണ് അതിന്റെ റൊട്ടേഷൻ. ഇപ്പോൾ ഈ ഒരു ഇത് വെച്ചിട്ടാണ് അതിനെ ബട്ടർഫ്ലൈ വാൾവ് എന്ന് വിളിക്കുന്നതും. സോ ഇറ്റ് ഈസ് ബേസിക്കലി എ ക്വാർട്ടർ ടേൺ റൊട്ടേഷണൽ മോഷൻ വാൾവ് that is used to stop, regulate and start a flow, and it can be used for switching control of low pressure pipeline medium. Low pressure pipeline mediumത്തിന്റെ switching control ഉപയോഗിക്കാം. And the opening and closing member, that is valve or disc of the butterfly valve, is a disc that rotates around the valve shaft to open and close. Okay, so ഈ ഒരു ഷാഫ്റ്റിന്റെ അറൗണ്ട് ആയിട്ട് നമുക്കിത് ഓപ്പണിംഗ് ക്ലോസ് ചെയ്യുന്ന രീതിയിൽ ഒരു ഡിസ്ക് ആണ് അവിടെ നിൽക്കുന്നത്. And in the cylindrical passage of the butterfly valve body, the disc rotate about the axis to achieve this flow control. So disc ന്റെ rotation വഴിയാണ് നമുക്ക് ഓപ്പണിംഗ് ക്ലോസിംഗ്, സോ ലെഫ്റ്റ് ടു റൈറ്റ് ഫ്ലോ കൺട്രോൾ വരുന്നത്. And the valve is fully open when the disc reaches 90 degree. As you can see, ഇത് 0 പൊസിഷനിൽ നിന്ന് 90 ഡിഗ്രി തിരിയുമ്പോൾ ഫുള്ളി ഓപ്പൺ ആയി. And changing the angle of the disc can adjust the flow of the മീഡിയം അല്ലേ. ഇപ്പോൾ ഇത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അവിടുത്തെ ഫ്ലോ എത്രയാണെന്നുള്ളത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതാണ് അതിൻ്റെ റെപ്രസെൻറ്റേഷൻ വരുന്നത്. ഇപ്പോൾ ഇതിങ്ങനെ ഓപ്പൺ ആയി വരുമ്പോൾ അങ്ങോട്ട് ഫ്ലോ വരും. ഇപ്പോൾ ഇത് 90 ഡിഗ്രിയിൽ എത്തിക്കഴിഞ്ഞാൽ മാക്സിമം അങ്ങോട്ട് അലോ ചെയ്യും. അപ്പോൾ അതാണ് അവിടെ നടക്കുന്നത്. അതെല്ലാം തിരിഞ്ഞ് അതിൻ്റെ ഇനീഷ്യൽ 0 പൊസിഷനിൽ വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നിനെ അവിടെ കടത്തില്ല, അത് തിരിഞ്ഞ് വരുന്നു. 0 പൊസിഷനിലോട്ട് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്ലോക്ക്. ഇപ്പോൾ ഇത് 0 എത്തിയിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് കുറേശ്ശെ കടന്നു പോകാം. ഓക്കെ, സോ വെൻ ദ ബട്ടർഫ്ലൈ വാൾവ് ഈസ് ഫുള്ളി ഓപ്പൺ ഇറ്റ് ഹാസ് എ സ്മോൾ ഫ്ലോ റെസിസ്റ്റൻസ്. And when it is between 15 degree and 70 degree, it can perform better flow control. Okay, ഇപ്പോൾ ബെറ്റർ ഫ്ലോ കൺട്രോൾ 15 to 70 ഡിഗ്രി, ഇപ്പോൾ ഇതിൽ ഓൾമോസ്റ്റ് കാണിക്കുന്ന ഒരു റേഞ്ചിലാണ് നടക്കുന്നത്. ആൻഡ് ദെർഫോർ ബട്ടർഫ്ലൈ വാൾവ് ഈസ് വൈഡ്ലി യൂസ്ഡ് ഇൻ ദ ഫീൽഡ് ഓഫ് ലാർജ് ഡയമീറ്റർ അഡ്ജസ്റ്റ്മെന്റ്. ലാർജ് ഡയമീറ്റർ അഡ്ജസ്റ്റ്മെന്റിലാണ് മെയിൻലി ബട്ടർഫ്ലൈ വാൾവ് ഉപയോഗിക്കുന്നത്. മോസ്റ്റ് ബട്ടർഫ്ലൈ വാൾവ്സ് ആർ അവൈലബിൾ ഫോർ മീഡിയ വിത്ത് സസ്പെൻഡഡ് സോളിഡ് പാർട്ടിക്കിൾസ്. സസ്പെൻഡഡ് സോളിഡ് പാർട്ടിക്കിൾസ് ഉള്ള മീഡിയയിൽ യൂസ് ചെയ്യാനാണ് ബട്ടർഫ്ലൈ വാൾവ് മെയിൻലി ഉപയോഗിക്കുന്നത്. And depending on the strength of the seal, it can also be used in powdered and granular media. Powdered granular mediaയിലും വേണമെങ്കിൽ നമുക്ക് ബട്ടർഫ്ലൈ വാൾവിനെ യൂസ് ചെയ്യാം. ഓക്കെ, ഇത് അതിൻ്റെ ശരിക്കുള്ള ഒരു ഇത് കാണിക്കുകയാണ്. ഇപ്പോൾ ഇതാണ് നമ്മുടെ ബട്ടർഫ്ലൈ വാൾവ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് അതിൻ്റെ ഓപ്പണിംഗ് ക്ലോസിംഗ്. ഇതൊരു പൈപ്പിൽ നമ്മൾ കൊടുന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളതാണ് ഈ കാണിക്കുന്നത്. ഇപ്പോൾ ഇതാണ് അതിൻ്റെ പാസേജ്. അപ്പോൾ അതിൽ ഇങ്ങനെയാണ് നമ്മൾ ബട്ടർഫ്ലൈ വാൾവ് അവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. സീൽ ചെയ്ത് അത് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കുന്നു. ഓക്കെ, ഇവിടെ നിന്നാണ് ലെഫ്റ്റ് ടു റൈറ്റ് ആണ് നമുക്കിവിടെ ഫ്ലോ വരേണ്ടത്. ഇപ്പോൾ ഓപ്പൺ അല്ല, ഓപ്പൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്ലോ ഇതിൽ കൂടെ കയറി ഇറങ്ങി അങ്ങോട്ട് പോവാം. ഓക്കെ, സോ ദ ബട്ടർഫ്ലൈ വാൾ ഹാസ് എ സ്മോൾ സ്ട്രക്ചറൽ ലെങ്ത് ആൻഡ് overall height, a fast opening and closing speed, and good fluid control characteristics. And the structural principle of the butterfly valve is most suitable for making large diameter valves, also already told. And when using the butterfly valve as a control flow, the most important thing is to correctly select the size and type of the butterfly valve so that it can work
പ്രോപ്പർലി ആൻഡ് എഫിഷ്യൻ്റ്ലി. സോ സൈസും ഷേപ്പും കറക്റ്റ് ഫിറ്റിംഗ് ആയിട്ട് എടുത്തിട്ടേ കാര്യമുള്ളൂ, അല്ലാണ്ട് ലൂസ് ആയിട്ട് എടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ അതെന്തായാലും അതിനനുസരിച്ച് സൂറ്റബിൾ ആയിട്ട് ചൂസ് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ പാർട്സ് ആണ് പറയുന്നത്. ഇപ്പോൾ ഇത് നമുക്ക് ഒരു ഇതാണെങ്കിൽ ഇതിനൊന്ന് കുറച്ചും കൂടി എന്താ പറയുക, നമുക്ക് ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ പാർട്സ് കാണിച്ചിട്ട് ഇത് അങ്ങനെയാണ് വരാം. ഓക്കെ, സോ നടുവിൽ നിൽക്കുന്ന ഈ ഒരു സംഭവം എന്ന് പറയുന്നത് അതിൻ്റെ ഡിസ്ക് ആണ് അല്ലേ. ആ ഡിസ്കിന് എന്തുണ്ടായിരിക്കും, ഒരു സ്റ്റെം ഉണ്ടായിരിക്കും. ഈ സ്റ്റെമ്മിൻ്റെ മുകളിലാണ് അത് കറങ്ങുന്നത്, ആ 90 ഡിഗ്രി റൊട്ടേഷൻ വരുന്നത്. സോ ഇത് അതിൻ്റെ ഓവറോൾ ബോഡിയാണ് കാണിച്ചിട്ടുള്ളത്. ഇത് അതിൻ്റെ സീറ്റാണ്. സീറ്റ് എന്ന് പറഞ്ഞാൽ അത് ഇരിക്കുന്ന ഒരു പൊസിഷൻ, ഇതാണ് അതിൻ്റെ സീറ്റിംഗ്. ഏറ്റവും അടിയിലും മേലെ അതിൻ്റെ പാക്കേജിംഗ് ആണ് കാണുന്നത്. ഇപ്പോൾ മെയിൻ പാർട്സ് എന്ന് പറഞ്ഞാൽ സ്റ്റെമ്മും ബോഡിയും ഡിസ്കും സീറ്റും ഒക്കെയാണ് വരുന്നത്. സോ ബട്ടർഫ്ലൈ വാൾ ബോഡി, ഈ ഔട്ടർ ബോഡിയാണ് ആദ്യം പറയുന്നത്. ബട്ടർഫ്ലൈ വാൾസ് ജനറലി ഹാവ് ബോഡീസ് ദാറ്റ് ഫിറ്റ് ബിറ്റ്വീൻ 2 പൈപ്പ് ഫ്ലാങ്കസ്, the most common being lug and wafer body design. So lug and wafer body design ആണ് രണ്ടെണ്ണത്തിൻ്റെ ഇടയിൽ ഫിറ്റ് ചെയ്യണം, തൊട്ട് മുന്നത്തേൽ കാണിച്ച പോലെ. Then butterfly wall disc ആണ് നടുവിൽ നിൽക്കുന്നത്. So the disc is how the wall stops flow. It is equivalent to a plug in a plug wall. മുന്നേ കാണിച്ച plug wall പോലത്തെ ആ പ്ലഗിന് പകരം ഈ ഡിസ്ക് ആണ്. A gate in the gate valve or ball in a ball. ബോൾ വാൾവ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കാണിച്ച ഒരു വാൾവ് തന്നെയാണ്. ബോൾ ടൈപ്പ് ആണെങ്കിൽ ബോൾ വാൾവ് എന്ന് പറയാം. അപ്പോൾ എല്ലാം ഒന്നും ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. ഇപ്പോൾ ഒരു ബോൾ ടൈപ്പിന് സിമിലർ ആയിട്ടാണ്. There are variations in the disc design and orientation in order to improve the flow, sealing and or operating torque. Okay. Next is the butterfly valve stem. Stem ആണ് പറയുന്നത്. The stem of the butterfly valve may be a one-piece shaft or a two-piece shaft. Split stem case design വരുന്നതിൽ രണ്ട് ഷാഫ്റ്റ് പീസുകൾ ഉണ്ടായിരിക്കാം. And the stem is most resilient. Seated design is protected from the media, thus allowing an efficient selection of material with respect to cost and mechanical properties. Then next is the butterfly valve seat. അത് ഇരിക്കുന്നത് എവിടെയാണെന്നുള്ളത്. The seat of a resilient seat butterfly valve utilizes an interface fit between the disc edge and the seat to provide shutoff. Proper shutoff കിട്ടത്തക്ക രീതിയിലായിരിക്കും. And the material of the disc seat can be made from many different elastomers or polymers. And the seat may be bonded to the body or it may be pressed or locked in. Okay, so that is all about the parts of butterfly valve. Next we'll discuss about relief valve ഉണ്ടാവും ചില കേസിൽ. ഇതൊന്ന് തുറന്ന് എക്സ്ട്രാ പ്രഷറൊക്കെ വരുന്നതിനെ പുറത്തേക്ക് ഒന്ന് വിടാൻ വേണ്ടിയിട്ടുള്ള റിലീഫ് വാൾവുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത് നമ്മൾ. So relief valves are used for regulation of pressure in hydraulic systems for protection of equipment and personnel. എക്സ്ട്രാ പ്രഷർ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് റിലീസ് ചെയ്ത് റിലീഫ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ടൈപ്പ് വാൾവ് ആണ്, പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. സോ ദ സ്പ്രിംഗ് കീപ്സ് ദ വാൾവ് ഷട്ട് until a pressure set by an adjustable spring tension is reached, which pushes the spring up to release the pressure by connecting the inlet to drain. നോർമലി ഈ സ്പ്രിങ് ഇതിനെ പുഷ് ചെയ്ത് പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ നോർമൽ കേസിൽ ഇത് ഇങ്ങനെ തന്നെ നിൽക്കും. പക്ഷേ ഒരു പെർട്ടിക്കുലർ സെറ്റ് പോയിന്റിനെക്കാട്ടിലും പ്രഷർ എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ സ്പ്രിങ് ഒന്ന് റിലീസ് ചെയ്ത് ഇതിനെ ഓപ്പൺ ചെയ്ത് പുറത്തേക്ക് കടത്തി വിട്ട് റിലീഫ് അവിടെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇത് അതിൻ്റെ റെപ്രസെൻറ്റേഷനാണ്, ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനാണ് കാണുന്നത്. സോ ഇവിടെ നമുക്ക് കാണാം എന്താ പറയുക, നമ്മുടെ പ്ലഗ് ആണ് ഈ ഒരു പോയിന്റിൽ, ഇത് അതിൻ്റെ ഡ്രെയിൻ ആണ് കാണുന്നത്, ഇത് ഇൻലെറ്റ് ആണ്. അപ്പോൾ നോർമൽ കേസിൽ ഇതിങ്ങനെ നിൽക്കും. അല്ലാതെ എന്താ അഡ്ജസ്റ്റബിൾ സ്പ്രിങ് പ്രീലോഡഡ് സ്പ്രിങ് ആണ്. അപ്പോൾ അതിൻ്റെ എത്രത്തോളം വേണമെന്ന് നമുക്കിവിടെ പ്രീലോഡ് ചെയ്ത് വെക്കാം. അപ്പോൾ ആ ഒരു കണ്ടീഷൻ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മേലോട്ട് ലിഫ്റ്റ് ആവുമ്പോൾ ഇതിൽ കൂടെ കയറി ഡ്രെയിൻ ചെയ്ത് പോകും. അതാണ് അവിടെ സംഭവിക്കുന്നത്. ഓക്കെ, സോ നൗ കമ്മിങ് ടു ദ ഫൈനൽ point, the valve characteristics and selection guidelines. സോ വാൾവിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും അതിൻ്റെ സെലക്ഷൻ ഗൈഡ് ലൈൻസും എന്തിൻ്റെ ബേസിലാണിത് നമ്മൾ ചൂസ് ചെയ്യുന്നത് എന്ന് പറയാണ്. സോ ദ കൺട്രോൾ വാൾവ്സ് ആർ called to handle all kinds of fluid temperature from say cryogenic range to well over 1000 farad. അപ്പോൾ അത്രയൊക്കെ നമുക്ക് വരാം ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്. ആൻഡ് reputable control valve manufacturers are dedicated to helping the customers select the control valve best suited for the existing service conditions. അപ്പോൾ നമുക്കത് കറക്റ്റ് സെലക്ഷൻ കിട്ടണം. സോ frequently several correct choices may be available. Thus it is important for the customers to provide the control valve manufacturers the following information. ഇപ്പോൾ നമുക്ക് എന്തൊക്കെയാണ്, ഇപ്പോൾ നമ്മളൊരു കസ്റ്റമർ ഒരു സാധനം മേടിക്കാൻ പോകും, ചില കേസിൽ നമുക്ക് കറക്റ്റായിട്ട് അറിയാം എന്താണ് മേടിക്കേണ്ട, ഏത് ടൈപ്പാണ്. അല്ലെങ്കിൽ നമുക്കൊരു പർട്ടിക്കുലർ ഇതിന് മേടിക്കണമെങ്കിൽ
നമ്മൾ മാനുഫാക്ചറോട് കുറച്ച് കാര്യങ്ങൾ പറയേണ്ടി വരും, അതിനനുസരിച്ച് വേണ്ടി വരും ചൂസ് ചെയ്യാൻ. അപ്പോൾ അത് എന്തൊക്കെയാണ് ആ പോയിന്റ്സ് എന്നുള്ളതാണ് ജസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ബേസിക്കലി ദ ടൈപ്പ് ഓഫ് ഫ്ലൂയിഡ് ടു ബി കൺട്രോൾ. ഏത് ടൈപ്പ് ഫ്ലൂയിഡ് ആണെന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ അത് കറക്റ്റായിട്ട് പറയണം. ദെൻ ടെമ്പറേച്ചർ റേഞ്ച് ഓഫ് ദ ഫ്ലൂയിഡ്, അപ്പോൾ എത്ര തൊട്ട് എത്ര വരെ ടെമ്പറേച്ചർ റേഞ്ച് വരും, അപ്പോൾ അതിനനുസരിച്ചായിരിക്കുമല്ലോ ഇതിൻ്റെ മെറ്റീരിയൽസ് വരുന്നത്. അപ്പോൾ അത് ഒരു കാര്യം. ദെൻ വിസ്കോസിറ്റി റേഞ്ച് ഓഫ് ഫ്ലൂയിഡ്, വിസ്കോസിറ്റി ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ദെൻ സ്പെസിഫിക് ഗ്രാവിറ്റി റേഞ്ച് ഓഫ് ദ ഫ്ലൂയിഡ് ഈസ് ടു ബി മെൻഷൻ. ദെൻ മിനിമം ആൻഡ് മാക്സിമം ഫ്ലോ റിക്വയർഡ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഫുള്ളി ഷട്ടൊക്കെ വേണമെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ചൂസ് ചെയ്യേണ്ടി വരും. ദെൻ minimum and maximum inlet pressure at the control valve, then minimum and maximum outlet pressure at the control valve, pressure drop across the valve expected during normal flowing conditions, pressure drop across the valve at zero flow illulla pressure drop, then maximum permissible noise level if pertinent, and measurement reference point, and degrees of superheat or existence of flashing across the valve if known. ദെൻ ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ് പൈപ്പ് ലൈൻ സൈസ് ആൻഡ് ഷെഡ്യൂൾ ഓഫ് പൈപ്പ്. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ മെയിനായിട്ട് നമുക്ക് വേണം. അപ്പോൾ ഇതിൻ്റെ ബേസിലാണ് നമുക്ക് ഒരെണ്ണം സ്യൂട്ടബിൾ ആയിട്ട് കസ്റ്റം ഡിസൈൻ അല്ലെങ്കിൽ കസ്റ്റം ചോയ്സ് എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് അവർ കൺട്രോൾ വാൾവ്സ്. താങ്ക് യു.